കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിൽ പാരമ്പര്യ അവകാശം ഉന്നയിച്ച മുസ്ലിം കുടുംബം. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശമുണ്ട് എന്നും പറഞ്ഞ് എത്തിയ ഇവർ ക്ഷേത്ര പരിസരത്തുള്ള നദിയിൽ ഇറങ്ങുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. മുസ്ലിം കുടുംബത്തിന്റെ പിന്മുറക്കാർ ഇപ്പോൾ പാരമ്പര്യ അവകാശവാദവുമായി കൊട്ടിയൂരിൽ ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ രൂക്ഷ വിമർശനമുയരുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൊട്ടിയൂരിൽ പണ്ട് കൂലിപ്പണിക്ക് വിളിച്ചതിന് അവകാശമുന്നയിച്ച് ചിലർ ഇപ്പോൾ വരുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോകണ്ടല്ലോ എന്നാണ് ടീച്ചർ കുറിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ പരിസരം വൃത്തിയാക്കാനും മറ്റുമായി കൂലിപ്പണിക്ക് നിർത്തിയിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്റെ പിന്മുറക്കാർ ഇപ്പോൾ പാരമ്പര്യ അവകാശവാദവുമായി കൊട്ടിയൂരിൽ ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചിരിക്കുകയാണ്. പഴശ്ശി രാജാവിന്റെ കുടുംബമായ കോട്ടയം കോവിലകത്തിന്റെ കീഴിലായിരുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 120 വർഷങ്ങൾക്ക് മുൻപ് മുത്തപ്പള്ളി മനയിലെ നമ്പൂതിരിമാർ താന്ത്രിക പൂജകൾ നടത്തിയിരുന്ന കാലത്ത് വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കയറി ക്ഷേത്ര ആചാരങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുന്നതും മറ്റുമായ ചില ജോലികൾ അടുത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. നാട്ടിൽ കൂലിപ്പണി ചെയ്തു വന്നിരുന്ന അവർ അത് ഏറ്റെടുത്ത് ചെയ്യുകയും കൃത്യമായ കൂലി കൈപ്പറ്റി പോവുകയും ചെയ്തിരുന്നു. പഴയ കൂലിപ്പണി ചെയ്തവരുടെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞ ചിലർ അവർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞെത്തുകയും ക്ഷേത്ര ഭാരവാഹികളുടെ അറിവോടുകൂടിയോ അല്ലാതെയോ ക്ഷേത്ര പരിസരത്തുള്ള നദിയിൽ ഇറങ്ങി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ വാവർ എന്ന കെട്ടുകഥ ഉണ്ടാക്കി കുത്തിനിറച്ച പോലെ അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുന്നവരെ അർത്തുങ്കൽ പള്ളിയിൽ കയറ്റി മാല ഊരിച്ച് കീശ നിറയ്ക്കുന്നത് പോലെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പേരിലും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. നാളെ ഞങ്ങൾ വെള്ളം തരുന്നത് കൊണ്ടാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് എന്ന മതേതര വാർത്തകൾ നാം കേൾക്കേണ്ടി വരും. ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും അവിടെ സവിശേഷ അധികാരങ്ങളും ആചാരങ്ങളുമുണ്ട്. അത് മതി. കൊട്ടിയൂരിൽ ഇനിയൊരു വാവർ വേണ്ട. സൂചി കൊണ്ടെടുക്കേണ്ടത് സൂചി കൊണ്ടെടുക്കുക, പിന്നെ തൂമ്പ എടുക്കേണ്ടി വരരുത് എന്നാണ് ശശികല ടീച്ചറിന്റെ പക്ഷം. വൈശാഖോത്സവത്തിൽ ബാവലിപ്പുഴയിൽ നിന്ന് സന്നിധാനത്തെ പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ നേരത്തെ പൊന്നമ്പിലാത്തുള്ള മുസ്ലിം കുടുംബത്തിനെ ഏൽപ്പിച്ചിരുന്നു എന്നും എന്നാൽ പിന്നീട് ഇത് ആദിവാസികളാണ് നടത്തിയിരുന്നത് എന്നുമാണ് നാട്ടുകാരുടെ പക്ഷം. കയ്യേറ്റക്കാരെ കണ്ടു മിണ്ടാതിരുന്നാൽ നാളെ കൊട്ടിയൂരപ്പന്റെ തിരുവഞ്ചിറയും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ആകുമെന്ന ഭയവും നാട്ടുകാർക്കുണ്ട്. മലബാറിന്റെ ഹൈന്ദവ വിശ്വാസത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്നും സംശയം. ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരുമാനവും പ്രാധാന്യവും വർദ്ധിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പാരമ്പര്യ അവകാശമുയരുന്നത് എന്ന ചോദ്യവുമുണ്ട്. വനത്തിനുള്ളിൽ കുതിച്ചാർത്ത് പായുന്ന പുഴ സാക്ഷിയാക്കി ഒരു മഹോത്സവ അനുഭവ വേദ്യമാക്കാൻ സഞ്ചാരികളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനെ കഴിയൂ. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ അമ്പലങ്ങൾ ബാവലിപ്പുഴയുടെ 2 കരകളിലെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചെറുകുന്നുകൾക്കിടയിലാണ് ഈ പ്രദേശം. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവം വടക്കൻ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.